Today we discuss method of detached coefficient. That is, method of detached coefficient is simply a way of dealing with algebra by dropping the algebraic variables and simply using the numbers, keeping them in their correct places. Okay, so in this method, the method of detached coefficients, we are trying to find the remainder function and the quotient function when a function f of x is divided by another function g of x. Okay, അപ്പോൾ ഇവിടെ എനിക്ക് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 8 പ്ലസ് എക്സ് റൈസ് ടു 7 പ്ലസ് 3 എക്സ് റൈസ് ടു 7 മൈനസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് 3 എക്സ് റൈസ് ടു 3 പ്ലസ് 4x പ്ലസ് 1. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെയ്യുന്നത് ഈ എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും അപ്പോൾ കിട്ടുന്ന റിമൈൻഡറും കോഷ്യൻ ഫംഗ്ഷൻ്റെയും ഫോമിൽ ഈ എഫ് ഓഫ് എക്സിനെ റിപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഐ ഡിവൈഡ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇൻ ദ ബൈ ദ മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഎഫിഷ്യൻസ്. ഓക്കെ, സോ ദിസ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ്, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു 8 ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ. അപ്പം ഇതൊരു 8 ഡിഗ്രി പോളിനോമിയലാണ്, പക്ഷേ ഇതിനകത്ത് എക്സിൻ്റെ പവർ 3 ആയി വരുന്നത്, എക്സിൻ്റെ പവർ 2 ആയി വരുന്നത്, എക്സിൻ്റെ പവർ 1 ആയി വരുന്ന ടേംസൊക്കെ ആബ്സെൻ്റ് ആണ്. സോ ആ ആബ്സെൻ്റായ ആ പ്ലേസുകളിലൊക്കെ നമ്മൾ കോയിഫിഷ്യൻറ്റ് 0 ആയിക്കൊണ്ട് നമുക്ക് ഈ എഫ് ഓഫ് എക്സിനെ മാറ്റി എക്സ് റൈസ് ടു 8 പ്ലസ് എക്സ് റൈസ് ടു 7 പ്ലസ് 0 ഇൻറ്റു എക്സ് റൈസ് ടു 6 പ്ലസ് 0 ഇൻറ്റു എക്സ് റൈസ് ടു 5 പ്ലസ് 3 എക്സ് റൈസ് ടു 4 പ്ലസ് 0 ഇൻറ്റു എക്സ് റൈസ് ടു 3 പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 0 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സിമിലർലി ഇനി നമ്മൾ ജി ഓഫ് എക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജി ഓഫ് എക്സിനകത്ത് എക്സ് സ്ക്വയറിൻ്റെ ടേം ആബ്സെൻ്റ് ആണ്. സോ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ജി ഓഫ് എക്സിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും ആസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് 3x ക്യൂബ് പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1. ഓക്കെ, ഇനി നമ്മൾ ദ മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഎഫിഷ്യൻസിലേക്ക് കടക്കുകയാണ്. നൗ വി വോണ്ട് ടു ഡിവൈഡ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിനെ നമുക്ക് ജി ഓഫ് എക്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ദിസ് എഫ് ഓഫ് എക്സ് ഈസ് അവർ ഡിവൈഡൻറ്റ് ആൻഡ് ജി ഓഫ് എക്സ് ഈസ് അവർ ഡിവൈസർ. ഓക്കെ, സോ ഹിയർ ഐ റൈറ്റ് the coefficients of our divisor. G of x is our divisor and here I write the coefficients of our divisor. അപ്പം ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ജി ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻസ് ആണ് കൊടുക്കുന്നത്. ആദ്യം എക്സ് റൈസ് ടു 4ൻ്റെ കോയിഫിഷ്യൻറ്റ്, എക്സ് റൈസ് ടു 4ൻ്റെ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് 1. നെക്സ്റ്റ് എക്സ് ക്യൂബ്, എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് -3. നെക്സ്റ്റ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് 0. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 4 ആൻഡ് എക്സ് റൈസ് ടു 0ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിവൈസറാണ് എഴുതുന്നത്. ആൻഡ് ഹിയർ ഐ റൈറ്റ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിവൈഡൻറ്റ്. എഫ് ഓഫ് എക്സ് ഈസ് അവർ ഡിവൈഡൻറ്റ് ആൻഡ് ഹിയർ ഐ റൈറ്റ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിവൈഡൻറ്റ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 8 ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ എക്സ് റൈസ് ടു 8ൻ്റെ കോയിഫിഷ്യൻറ്റ്, എക്സ് റൈസ് ടു 7ൻ്റെ കോയിഫിഷ്യൻറ്റ് എക്സെട്ര അപ് ടു എക്സ് റൈസ് ടു 0ൻ്റെ കോയിഫിഷ്യൻസ്, അത്രയും ടേംസ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാണ് എക്സ് റൈസ് ടു 8ൻ്റെ കോയിഫിഷ്യൻറ്റ് 1, എക്സ് റൈസ് ടു 7ൻ്റെ കോയിഫിഷ്യൻറ്റ് 1, എക്സ് റൈസ് ടു 6ൻ്റെ കോയിഫിഷ്യൻറ്റ് 0, എക്സ് റൈസ് ടു 5ൻ്റെ കോയിഫിഷ്യൻറ്റ് 0, എക്സ് റൈസ് ടു 4ൻ്റെ കോയിഫിഷ്യൻറ്റ് 3, എക്സ് റൈസ് ടു 3ൻ്റെ കോയിഫിഷ്യൻറ്റ് 0, എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 0, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 and x raised to 0ൻ്റെ coefficient -1. Okay, now we want to write some numbers here also. ഇവിടെ നമുക്ക് കുറച്ച് നമ്പേഴ്സ് എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടി കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക, ഹിയർ ഈസ് 1 ആൻഡ് ഹിയർ ഈസ് ഓൾസോ 1 അല്ലേ. ഇവിടെ ഒരു 1 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു 1 ഉണ്ട്. ഈ 1നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 1 വരുന്നത് എന്ന് നോക്കുക. സപ്പോസ് ദിസ് ഈസ് അവർ എ ആൻഡ് ദിസ് ഈസ് അവർ ബി. ഓക്കെ, ഈ എ എന്ന നമ്പറിനെ ഏത് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ബി കിട്ടുന്നത്, ആ സി ആയിരിക്കും ഇവിടെ വരിക.
ഓക്കെ, നമുക്കറിയാം 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 1 കിട്ടുന്നത്. സോ ഹിയർ വി റൈറ്റ് ദിസ് ഈസ് 1. ഓക്കെ, നൗ ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ എഴുതിയ ഈ 1 കൊണ്ട് നമ്മൾ ഈ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിവൈസർ ഇതിലുള്ള എല്ലാ എൻട്രീസിനും ഇതിലുള്ള എല്ലാ നമ്പേഴ്സിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ റിസൾട്ടായി കിട്ടുന്ന നമ്പേഴ്സ് നമ്മളിവിടെ എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ 1. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ ഓൾ ദീസ് നമ്പേഴ്സ് ഇൻ ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിവൈസസ് വിത്ത് അവർ 1. ഈ 1 കൊണ്ട് ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 into 1. 1 into 1 equal to 1. 1 into 3, 1 into minus 3 equal to minus 3. 1 into 0 equal to 0. 1 into 4 equal to 4. And 1 into 1 equal to 1. Okay. Now we want to subtract this R2 from R1. ഓക്കെ, അതായത് നമ്മൾ ഇതിൻ്റെ റോയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റോ R1ൽ നിന്നും ഈ റോ R2 നമ്മൾ മൈനസ് ചെയ്യുകയാണ് ഇനി ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ഐ സബ്സ്ട്രാക്ട് ദിസ് 1 ഫ്രം 1 ഐ ഗെറ്റ് 0 അല്ലേ. 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. സോ ദർ ഈസ് നോ നീഡ് ടു റൈറ്റ് ദാറ്റ് 0 ഹിയർ. ആ 0 നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുക. ദിസ് ഈസ് 1 ആൻഡ് ദിസ് ഈസ് മൈനസ് 3. സോ 1 മൈനസ് മൈനസ് 3. 1 minus minus 3. So which is equal to 4. 0 minus 0. 0. 0 minus 4 minus 4. 3 minus 1 2. ഓക്കെ, അപ്പോൾ നമുക്ക് 4 0 minus 4 2 ഈ 3 എലമെൻറ്റ്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇവിടെയുള്ള ഈ 0നെ നമ്മൾ ഈ താഴേക്ക് എടുത്തെഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ഇവിടം വരെ നമുക്ക് സബ്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള ടേംസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം വരുന്ന ഈ ഫസ്റ്റിലെ ഈ റോയിൽ ഈ 0നെ നമ്മൾ ഈ ഫസ്റ്റിലെ റോയിൽ ഏത് എൻട്രി ആണോ ആ എൻട്രീനെ നമ്മൾ താഴേക്ക് എടുത്തെഴുതണം. ഓക്കെ, ഈ 0നെ നമ്മൾ എടുത്തെഴുതുന്നു. ഓക്കെ, ഇനി ഈ ഒരു റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റോയിൽ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഈ എലമെൻറ്റ് 4നെ നമ്മൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, ദിസ് ഈസ് 4. സോ വി റൈറ്റ് ദിസ് 4 ഹിയർ. 4നെ നമ്മൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, നൗ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദിസ് കോയിഫിഷ്യൻറ്റ്സ് ഓഫ് ഡിവൈസർ വിത്ത് 4. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ 4 കൊണ്ട് ഈ കോയിഫിഷ്യൻറ്റ്സ് ഓഫ് ഡിവൈസറിലെ എല്ലാ ടേംസിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതും. ഓക്കെ, സോ when I multiply the coefficients of divisors with 4, I get 1 into 4 equal to 4 and 4 into minus 3 equal to minus 12, 0 into 4 equal to 0, 4 into 4 is equal to 16 and 4 into 1 equal to 4. Now again I subtract this row from this row. So when I subtract 4 from 4, we get 0 and there is no need to write 0 here. Then 0 minus minus 12 which is equal to 12, minus 4 minus 0, minus 4, 2 minus 60, minus 14 and 0 minus 4 minus 4. Okay. Similarly നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇവിടെയുള്ള ഈ 1നെ നമ്മൾ എടുത്തെഴുതണം. ഓക്കെ, നമ്മളിപ്പോൾ ഈ 2 റോസ് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്തു. അപ്പം ഇവിടെ ഏതുവരെയാണോ ഈ റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് അതുവരെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതി. അതിനുശേഷം ഈ ആദ്യത്തെ റോയിലുള്ള നമ്മൾ ആദ്യം ഈ കോയിഫിഷ്യൻറ്റ്സ് ഓഫ് ഡിവൈഡൻറ്റിലെ ഇനിയുള്ള ടേമിനെ നമ്മൾ എടുത്തെഴുതുക. അതായത് ഈ 0നെ നമ്മൾ ഇനി എടുത്തെഴുതുന്നു. സോ ദിസ് ഈസ് 0. ഓക്കെ, ഇനി ഈ സെയിം പ്രൊസീജിയറാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. അതായത് ഇവിടെ നമുക്ക് 12 മൈനസ് 4 മൈനസ് 14 മൈനസ് 4 0 കിട്ടി. ഇനി ഇതിലെ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഇവിടെ മാറ്റി എഴുതുന്നു. സോ ദിസ് 12, ഈ 12നെ നമ്മൾ ഇവിടെ എഴുതുന്നു. നൗ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ കോയിഫിഷ്യൻറ്റ്സ് ഓഫ് ഡിവൈസേഴ്സ് വിത്ത് 12. ഈ 12 കൊണ്ട് ഇതിലെ എല്ലാ നമ്പേഴ്സിനും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു. ഓക്കെ, സോ വി ഗെറ്റ് 12 into 1 12
12 into minus 3 minus 36, 12 into 0 0, 12 into 4 48, and 12 into 1 12. Now we have to subtract this row from this row. So 12 minus 12 0, and minus 4 minus 60 minus 36. So we get this is 32, and minus 14 minus 0 minus 14, minus 4 minus 48, that is minus 52, and 0 minus 12 minus 12. Okay, again we write this 0 here. Okay, now as we continue this process, we write this 32 here. Okay, so 32. Now we have to multiply the coefficients of divisors with 32. Okay, then 32 into 1, which is equal to 32. Now 32 into minus 3, which is equal to minus 96. Now 32 into 0 0, 32 into 4 minus 128, and 32 into 1, which is equal to 32. Now we need to subtract this row from this row. Then 32 minus 32 0, minus 14 minus 96, that is 82. Next to minus 52 minus 0 minus 52, minus 12 minus 128, that is minus 114. Next to 0 minus 32 minus 32. Okay, again ഇനി നമുക്ക് ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്. ഈ മൈനസ് 1നെയും നമ്മൾ താഴേക്ക് എടുത്തെഴുതുന്നു. minus 1. Okay, now ഇതുവരെ ചെയ്ത സെയിം പ്രൊസീജിയർ മൈനസ് ഈ 82നെ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. 82. Okay, so now we need to multiply all coefficients of our divisor with 82. Okay, ഇനി ഇതിലെല്ലാ ടൈംസിനെയും നമ്മൾ 82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. So we get 1 into 82 82, and minus 3 into 82 minus 246, 82 into 0 0, 82 into 4 328, and 82 into 1 82. Now we have to subtract this row from this row. Then this 82 minus 82 will get cancelled, and minus 52 minus 246, that is equal to 194, and minus 140 minus 0 minus 140, minus 32 minus 328, that is minus 316, and minus 1 minus 82, that is minus 83. Okay, ഇനി നമുക്ക് ഇതിൽ നിന്നും താഴേക്ക് എടുത്തെഴുതാൻ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല അല്ലേ. നമ്മൾ ഇതുവരെ ഓരോ റോസ് ഇങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ എന്ന് പറയുന്നത് ഡിവൈഡിൻ്റെ ഓരോ കോയിഫിഷ്യൻറ്റിനെയും നമ്മൾ താഴേക്ക് എടുത്തെഴുതിയായിരുന്നു അല്ലേ. അപ്പോൾ ഫൈനലി നമ്മൾ -1 വരെ ഇവിടെ എടുത്തെഴുതി. അപ്പം ഇതുവരെയാണ് നമ്മൾ ഡിവൈഡിൻ്റെ കോയിഫിഷ്യൻറ്റ്സ് ഉള്ളത്. ഇനി നമുക്ക് ഡിവൈഡിൻ്റെ കോയിഫിഷ്യൻറ്റ്സ് ഒന്നുമില്ല. സോ വി ഹാവ് ടു സ്റ്റോപ്പ് അവർ പ്രോസസ് ഹിയർ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഇനി എടുത്തെഴുതാൻ നമുക്ക് ഡിവൈഡിൻ്റെ കോയിഫിഷ്യൻറ്റ്സ് ഒന്നും ഇവിടെ ബാക്കിയില്ല. സോ വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ് പ്രോസസ് ഹിയർ. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോസസ്സ് ഇവിടെ നിർത്തുകയും ഇനി നമ്മൾ എക്സിൻ്റെ ഓരോ പവറും നമ്മുടെ വേരിയബിൾ എക്സിൻ്റെ ഓരോ പവറും ഈ ഓരോ നമ്പേഴ്സ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഈ നമ്പേഴ്സിൻ്റെ എപ്പോഴും അതുപോലെ തന്നെ ഈ നമ്പേഴ്സിൻ്റെ എപ്പോഴും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ നമ്പേഴ്സും ആ അറ്റാച്ച് ചെയ്ത വേരിയബിളും കൂടി ഒരുമിച്ച് നമ്മൾ 2 ഫങ്ഷൻസ് ഫോം ചെയ്യും. ആ ഫങ്ഷൻസ് ആയിരിക്കും നമ്മുടെ റിമൈൻഡർ ഫംഗ്ഷനും കോഷ്യൻ്റ് ഫംഗ്ഷനും. തുടർന്ന് ഈ എഫ് ഓഫ് എക്സിനെ നമ്മൾ ആ റിമൈൻഡർ ഫംഗ്ഷൻ്റെയും കോഷ്യൻ്റ് ഫംഗ്ഷൻ്റെയും ഫോമിനകത്ത് എക്സ്പ്രസ് ചെയ്യും. അതാണ് ഈ മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോയിഫിഷ്യൻസിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കുക, ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 194, -114, -316 ആൻഡ് -83. സോ നമ്മൾ എക്സിൻ്റെ ഓരോ പവേഴ്സ് ഈ ഓരോ നമ്പേഴ്സിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
സോ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് -83 ആണ് അല്ലേ. സോ ഐ അറ്റാച്ച് എക്സ് പവർ 0 വിത്ത് ദിസ് നമ്പർ -83. ഈ -83നോട് നമ്മൾ എക്സ് പവർ 0 അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം -360 എന്ന നമ്പറിനോട് x⁻1 അറ്റാച്ച് ചെയ്യുന്നു. -114 എന്ന നമ്പറിനോട് x² അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ഈ 194 എന്ന നമ്പറിനോട് x⁻3 അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പം ഇതിലെ എല്ലാ നമ്പേഴ്സിനോടും നമ്മൾ എക്സിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇനി ദിസ് നമ്പേഴ്സ് ആൻഡ് ദിസ് പവേഴ്സ് ഓഫ് എക്സ് ഫോം അവർ റിമൈൻഡർ ഫംഗ്ഷൻ. ഇതൊരു റിമൈൻഡർ ഫംഗ്ഷനായി ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഫ്രം ദിസ് വി ഗെറ്റ് അവർ റിമൈൻഡർ ഫംഗ്ഷൻ ആർ ഈക്വൽ ടു 194x³ -114x² -316x -83x⁻0. ഇവിടെ x⁻0 എന്ന് പറയുന്നത് 1 ആണ്, അതുകൊണ്ട് -83. സോ അവർ റിമൈൻഡർ ഫംഗ്ഷൻ ആർ ഈക്വൽ ടു 194x³ -114x² -316x -83. Now we have to find our quotient function q. ഇനി നമുക്ക് quotient function q ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. quotient function q കണ്ടുപിടിക്കാൻ വേണ്ടി സിമിലർലി ഇവിടെയും നമുക്ക് കുറച്ച് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഈ നമ്പേഴ്സിൻ്റെ എപ്പോഴും നമ്മൾ എക്സിൻ്റെ പവേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് 82 ആണ്. ഓക്കെ, സോ ഐ അറ്റാച്ച് ദ എക്സ് പവർ 0 വിത്ത് ദിസ് 82. ഈ 82നോട് ഞാൻ എക്സ് പവർ 0 അറ്റാച്ച് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 32 ആണ്. ഈ 32നോട് എക്സ് പവർ 1 അറ്റാച്ച് ചെയ്യും. 12നോട് എക്സ് പവർ 2 അറ്റാച്ച് ചെയ്യും. ആൻഡ് 4നോട് എക്സ് പവർ 3 അറ്റാച്ച് ചെയ്യും. ആൻഡ് ഈ 1നോട് x⁻4 അറ്റാച്ച് ചെയ്യും. സോ now these numbers and this powers of x form a quotient function. Okay, so our quotient function q equal to 1 into x⁻4 plus 4 into x⁻3 plus 12 into x² plus 32 into x⁻1 plus 82. സോ ഇതായിരിക്കും നമ്മുടെ quotient ഫംഗ്ഷനും ആൻഡ് റിമൈൻഡർ ഫംഗ്ഷനും. ഇപ്പോൾ നമുക്ക് quotient ഫംഗ്ഷൻ കിട്ടി, അതുപോലെ തന്നെ റിമൈൻഡർ ഫംഗ്ഷൻ കിട്ടി. ആൻഡ് നമ്മളെ എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസർ ഏതാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമുക്ക് എഫ് ഓഫ് എക്സിനെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ പ്ലസ് ആർ. ഓക്കെ, ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഎഫിഷ്യൻറ്റ്സ്. Next we have remainder theorem. The remainder obtained in dividing f of x by x minus c is the value of the polynomial f of x for x equal to c. That is f of c. Okay, അപ്പോൾ എന്താണ് റിമൈൻഡർ തിയറം പറയുന്നത്? സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. നമുക്കൊരു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആൻഡ് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് സി എന്നൊരു ലീനിയർ ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എഫ് ഓഫ് സി ആയിരിക്കും. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് സി എന്നൊരു ലീനിയർ ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്നത് ദ ഫംഗ്ഷൻ വാല്യൂ അറ്റ് സി ആയിരിക്കും. സിയിലുള്ള ഫംഗ്ഷൻ വാല്യൂ ആയിരിക്കും റിമൈൻഡറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതാണ് റിമൈൻഡർ തിയറം പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കി നോക്കാം. നമുക്കറിയാം ഏതൊരു എഫ് ഓഫ് എക്സും ഏതൊരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലും ഏതൊരു ഫംഗ്ഷൻ ഇപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് എന്നതൊരു ഫംഗ്ഷനെ ഒരു ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഫ് ഓഫ് എക്സിനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് സം ആർ ഓഫ് എക്സ് പറഞ്ഞിട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ഫംഗ്ഷനെയും മറ്റൊരു ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ കോഷ്യൻറ്റും ഒരു റിമൈൻഡറും ഉണ്ടാവുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ആ എഫ് ഓഫ് എക്സിനെ ആ ഡിവൈസറിൻ്റെയും അതുപോലെ തന്നെ ആ കോഷ്യൻറ്റ് ഫംഗ്ഷൻ്റെയും റിമൈൻഡർ ഫംഗ്ഷൻ്റെയും ഫോമിൽ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ ഡിവൈസർ എന്ന് പറയുന്നത് എക്സ് മൈനസ് സി എന്ന ഫംഗ്ഷനാണ് അല്ലേ. അതായത് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് മൈനസ് സി ആണ്. സോ വി ക്യാൻ റിപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്, where this q of x and r of x are obtained when this f of x is divided by this linear function x minus c. Okay, ഇനി നമുക്കറിയുന്നൊരു പ്രത്യേകത, ഇങ്ങനൊരു ഫംഗ്ഷൻ എഫിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ റിമൈൻഡർ ഫംഗ്ഷൻ ആർ ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആ ഡിവൈസറിൻ്റെ ഡിഗ്രിയേക്കാൾ എപ്പോഴും കുറവായിരിക്കും അല്ലേ.
നമുക്കറിയാം ഏതിപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു സം ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ആണ്, ഇതെന്ന് പറയുന്നത് ഒരു ലീനിയർ ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിമൈൻഡർ ഫംഗ്ഷൻ ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എക്സ് മൈനസ് സിയേക്കാൾ കുറവായിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ റിമൈൻഡർ ഫംഗ്ഷൻ ആർ ഓഫ് എക്സ് എന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് സം ആർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഫ് ഓഫ് എക്സിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ദെൻ ദിസ് എഫ് ഓഫ് എക്സ് ബിക്കം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ. ഓക്കെ, നൗ ഐ പുട്ട് എക്സ് ഈക്വൽ ടു സി. ഇനി ഇതിനകത്ത് ഞാൻ എക്സ് ഈക്വൽ ടു സി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു സി കൊടുത്താലും ഈ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത് നമ്മുടെ എഫ് ഓഫ് എക്സിനെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, സോ ഇഫ് ഐ പുട്ട് എക്സ് ഈക്വൽ ടു സി, the right hand side become which is right hand side, this is right hand side, so this right hand side become x become c, so c minus c into q of x plus r. Okay, this is equal to c minus c equal to 0, so 0 into q of x equal to 0 plus r, so this is equal to r. When we put x equal to c, the RHS become r, and when I put x equal to c, the LHS become, that is f of x become f of c. That means when we put x equal to c, this become f of c equal to r. Okay, that means r എന്തായിരുന്നു നമ്മുടെ റിമൈൻഡർ ആയിരുന്നു, that is a remainder become f of c, that is the remainder become the value of the function at c. അതാണ് റിമൈൻഡർ തിയറം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു എഫ് ഓഫ് എക്സിനെ ഒരു എക്സ് മൈനസ് സി എന്നൊരു ലീനിയർ ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്നത് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ പോയിൻറ്റ് സി ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് സി കൊണ്ട് ഡിവിസിബിൾ ആണ് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ദെൻ നമുക്കറിയാം അത് ഇപ്പോൾ സപ്പോസ് നമുക്കൊരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം ജി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ഈ ജി ഓഫ് എക്സ് കൊണ്ടാണ് നമ്മൾ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആകുമ്പോഴാണ്, അല്ലേ? നമ്മൾ റിമൈൻഡർ ഫംഗ്ഷൻ 0 ആകുമ്പോഴാണ് വി സേ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ട് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ ഓഫ് എക്സ്, റിമൈൻഡർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ഇഫ് ദ റിമൈൻഡർ ഫംഗ്ഷൻ ഈക്വൽ ടു 0, ആ റിമൈൻഡർ ഫംഗ്ഷൻ 0 ആണെങ്കിൽ ദെൻ യു ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിമൈൻഡർ തിയറം പഠിച്ചു. ഇനി നമ്മൾ ഈ റിമൈൻഡർ തിയറം യൂസ് ചെയ്തുകൊണ്ട് 2-3 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എക്സാമ്പിൾ, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് 3. സോ ഐ ലെറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ആൻഡ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും നമുക്ക് എ പറഞ്ഞൊരു നമ്പറുണ്ട്, അതുപോലെ തന്നെ ബി പറഞ്ഞ നമ്പറുണ്ട്. അപ്പം എ ഈസ് ഡിവിസിബിൾ ബൈ ബി എന്ന് പറയണമെങ്കിൽ ബി എനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആയിരിക്കണം, അല്ലേ? നമ്പേഴ്സിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ കേസിലായാലും ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ അനദർ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറയണമെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആണെന്ന് കാണിച്ചാൽ മതി. റിമൈൻഡർ ഫംഗ്ഷൻ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ജി ഓഫ് എക്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ റിമൈൻഡർ ഫംഗ്ഷൻ എന്താണെന്നാണ് കണ്ടെത്തേണ്ടത്. സോ വി നോ ദാറ്റ് ബൈ റിമൈൻഡർ തിയറം എന്താ റിമൈൻഡർ തിയറം പറയുന്നത്? റിമൈൻഡർ തിയറം പറയുന്നത് സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ഇഫ് യു ഡിവൈഡ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ബൈ എ ലീനിയർ ഫംഗ്ഷൻ എക്സ് മൈനസ് സി. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ നമ്മൾ ലീനിയർ ഫംഗ്ഷൻ എക്സ് മൈനസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഈ എഫ് ഓഫ് എക്സിനെ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ആണ്, അല്ലേ? സോ ഹിയർ സി ഈക്വൽ ടു എന്ന് പറയുന്നത് -3 ആണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ബൈ റിമൈൻഡർ തിയറം
ഈ ഫംഗ്ഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റിമൈൻഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരിക്കും. സോ നൗ we find the value of f of c, and here c equal to minus 3, so we find f of minus 3, and f of minus 3 equal to minus 3 cube plus minus 3 square minus 5 into minus 3 plus 3, which is equal to minus 27 plus 9 plus 15 plus 3, and which is equal to minus 18 plus 18, which is equal to 0. That is, we get f of minus 3 equal to 0. ആൻഡ് ഈ ഫംഗ്ഷൻ്റെ ഈ എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് എഫ് ഓഫ് മൈനസ് 3. ആ റിമൈൻഡർ എഫ് ഓഫ് മൈനസ് 3 എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദിസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ജി ഓഫ് എക്സ്. ഓക്കെ. ആൻഡ് എക്സാമ്പിൾ നമ്പർ 2, ഷോ ദാറ്റ് എക്സ് റൈസ് ടു എൻ മൈനസ് സി റൈസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് സി. ഓക്കെ. സോ let f of x equal to x raised to n minus c raised to n and g of x equal to x minus c. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ ജി ഓഫ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷൻ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയണമെങ്കിൽ എഫിനെ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ. സോ ബൈ റിമൈൻഡർ തിയറം എഫ് ഓഫ് എക്സിനെ ഒരു എക്സ് മൈനസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരിക്കും, അല്ലേ? അപ്പോൾ ഹിയർ വി ഫൈൻഡ് ദ വാല്യൂ എഫ് ഓഫ് സി. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് സി കണ്ടുപിടിക്കുമ്പോൾ വി ഹാവ് എഫ് ഓഫ് സി ഈക്വൽ ടു സി റൈസ് ടു എൻ മൈനസ് സി റൈസ് ടു എൻ, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അവർ റിമൈൻഡർ എഫ് ഓഫ് സി ഈക്വൽ ടു 0, which implies x raised to n minus c raised to n is divisible by x minus c. Okay. Now another example. Under what condition is x raised to n plus c raised to n divisible by x plus c? Okay. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, എക്സ് റൈസ് ടു എൻ പ്ലസ് സി റൈസ് ടു എൻ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ആൻഡ് എക്സ് പ്ലസ് സി എന്ന മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, ആൻഡ് വി കോൾ ദാറ്റ് ഫംഗ്ഷൻ അവർ ജി ഓഫ് എക്സ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുന്നത്, ഡിവിസിബിൾ ആവുന്നത് ഏത് കണ്ടീഷനിലാണെന്നാണ്. ഓക്കെ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ ആ റിമൈൻഡർ ഫംഗ്ഷൻ 0 ആയിരിക്കുന്നത് ഏത് കണ്ടീഷനിലാണെന്നാണ് ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ദ റിമൈൻഡർ obtained when f of x is divided by g of x equal to f of minus c. കാരണം നമ്മുടെ ജി ഓഫ് എക്സ് നോക്കുക, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് സി ആണ്. സോ എക്സ് പ്ലസ് സി ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് മൈനസ് മൈനസ് സി, അല്ലേ? റിമൈൻഡർ ഫംഗ്ഷനകത്ത് എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ആയിരുന്നു. ഇവിടെ എക്സ് പ്ലസ് സി ആണ്, ആൻഡ് വി ക്യാൻ റീറൈറ്റ് ദാറ്റ് എക്സ് പ്ലസ് സി ആസ് എക്സ് മൈനസ് മൈനസ് സി. ഓക്കെ. എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരുന്നു. ഇവിടെ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് മൈനസ് സി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് സി ആയിരിക്കും. സോ വി നീഡ് ടു ഫൈൻഡ് അവർ റിമൈൻഡർ എഫ് ഓഫ് മൈനസ് സി. സോ എഫ് ഓഫ് മൈനസ് സി ഈക്വൽ ടു മൈനസ് സി ഓൾ റൈസ് ടു എൻ പ്ലസ് സി ഓൾ റൈസ് ടു സി റൈസ് ടു എൻ. ഓക്കെ. സോ there exist two cases. First one, n is even, and the second one, n is odd. When n is even, minus c raised to n becomes c raised to n. Alle. So if n is even, minus c raised to n plus c raised to n equal to c raised to n plus c raised to n, which is equal to 2c raised to n. And if n is odd, then minus c raised to n become minus c raised to n. So minus c raised to n plus c raised to n equal to minus c raised to n plus c raised to n, which is equal to 0. ഓക്കെ. അപ്പോൾ നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് സി ആണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് സി എന്ന് പറയുന്നത് 0 ആവുന്നത് n ഓടാകുമ്പോൾ മാത്രമാണ്, അല്ലേ? ദാറ്റ് മീൻസ് എക്സ് റൈസ് ടു എൻ പ്ലസ് സി റൈസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് സി ഓൺലി ഇഫ് n ഈസ് ഓഡ്. ആൻഡ് ഫോർ ആൻ ഈവൻ n, the remainder after the division is 2c raised to n. Okay.